ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് വന്നിരിക്കുന്നത് കൈൻഡ് ഓഫ് ഒരു ഫാൻസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ കെലോഗ്സിൻ്റെ എഗോ എന്നും പറഞ്ഞിട്ടുള്ള ഈ വോഫിളും കൊണ്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നോ കുക്കിംഗ് കൈൻഡ് ഓഫ് ഒരു ഈസി ഫാൻസി ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ആകെ ഒരു ഓഫുള്ളൊരു ഡേ. അപ്പോൾ ആ ഒരു ഡേയിൽ ഞാൻ ചുമ്മാ കുറച്ച് ടൈമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് വിചാരിച്ചിട്ട് ഇത്തിരി ഫാൻസി ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ആവശ്യമുള്ള വോഫിൾസാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ടോസ്റ്ററിലാണ് കേട്ടോ. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈം സെറ്റ് ചെയ്യുന്നത് ലൈക്ക് ഒരു 5 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനതിൽ ഫ്രോസൺ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് ആ കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടും. ഞാനിവിടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ചെയ്തെടുക്കുന്നത്, സോ ദാറ്റ് അതിൻ്റെ പുറം നല്ലൊരു ക്രിസ്പി ആയിരിക്കും, അകം നല്ല ഫ്ലഫി ആയിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചറിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്കത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ മോർ ബ്രൗൺ ആക്കണമെങ്കിൽ കുറച്ചും കൂടി ടൈം കൂട്ടിയിടാം, നിങ്ങൾക്കിത് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഈ ഒരു വോഫിളിൻ്റെ കൂടെ ഒരു ഐസ്ഡ് കോഫിയും കൂടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആയി വരുന്ന ടൈമിൽ നമുക്ക് ഐസ് കോഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ ഈ ഒരു റെഡിമെയ്ഡ് വോഫിളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊരു നോ കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ടോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഐസ്ഡ് കോഫി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജാറിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഓഫ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രോത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 to 4 ടേബിൾ സ്പൂൺ ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഐ ബൗളായിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രോത്ത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഒരു സാധനം ആഡ് ചെയ്യണം, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എനിവേ ഞാനത് മറന്നുപോയതാണ് അത് ആ സമയത്ത് ആഡ് ചെയ്യാൻ. ഇതിനി ഒരു 1 to 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ഫ്രോത്ത് ചെയ്തെടുക്കണം. ലൈക്ക് നമുക്ക് നല്ലൊരു ഫ്രോത്ത് ആയി കിട്ടണത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രോത്ത് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വാട്ടർ. കാര്യം ഇത് അത്യാവശ്യം വലിയൊരു ജാറായതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഐസേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാര്യം അതിനകത്ത് ആഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നല്ല തണുത്തിരിക്കണോണ്ട് ഞാൻ അധികം ഐസ് ആഡ് ചെയ്തില്ല. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, ലൈക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഞാനതൊരു 3/4 കപ്പ് ഓഫ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക്. ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിലാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്, ഞാൻ ഇതിനകത്ത് പഞ്ചസാര ഇട്ടിട്ടില്ലെന്ന്. സോ ഞാൻ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിത് ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോഫി പൗഡറും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചില്ലേ, ആ സമയത്ത് വേണം കേട്ടോ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഫോർ എ ഭംഗി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കുറച്ചും കൂടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഐസ് കോഫി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്ട്രോബെറി പിക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രോബെറീസ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വോഫിൾസും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വോഫിളിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫാൻസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് എൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല അടിപൊളി ഒരു സാധനമായിട്ട് കിട്ടും. പിന്നെ അതിനകത്തേക്ക് എനിക്കിവിടെ കുറേ സ്ട്രോബെറീസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ലപോലെ അതിനെ സ്ട്രോബെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മേപ്പിൾ സിറപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഒരു വോഫിൾ കഴിക്കുമ്പോൾ കൂടുതലും ഈ വോഫിൾസും ഈ മേപ്പിൾ സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിനെ പെയറപ്പ് ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ഈസി പീസി ലെമൺ സ്ക്വീസി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കൈൻഡ് ഓഫ് ഒരു ഫാൻസി ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് വൺസ് ഇൻ എ വൈൽ ഇങ്ങനെയൊക്കെ ഫാൻസി ആയിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ്. സോ ദാറ്റ് വി മെയ്ഡ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് ഇത്തിരി സണ്ണി വിൻഡി ഡേ ആയതുകൊണ്ട് വി തോട്ട് വി വിൽ ഹാവ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. അങ്ങനെ ഞങ്ങളുടെ കോർട്ട്യാർഡിൽ വന്നിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻവൈൽ ഞാൻ എൻ്റെ ഒരു ലെറ്റസ് ലീഫൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം.